നമസ്തേ. ഏപ്രിൽ 6 BJP സ്ഥാപക ദിനം. രൂപം കൊണ്ടിട്ട് 4.5 പതിറ്റാണ്ട് പൂർത്തിയാകുന്ന ഇന്ന് 46-ാം വയസ്സിലേക്ക് കടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത ചരിത്രമാണ് BJPക്കുള്ളത്. തുടക്കം മുതൽ 6 വർഷം പ്രസിഡന്റായി തുടർന്ന് അടൽ ബിഹാരി വാജ്പേയി പാർട്ടിയുടെ ആദ്യ പ്രധാനമന്ത്രിയുമായി. ആദ്യ അവസരത്തിൽ 13 ദിവസം മാത്രം അധികാരത്തിലിരുന്ന വാജ്പേയി പിന്നീട് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രിയാവുകയായിരുന്നു. 24 കക്ഷികളെ ചേർത്ത് NDA സഖ്യമുണ്ടാക്കി. സഖ്യ സർക്കാരിന് പുതിയ രൂപവും ഭാവവും നൽകിയത് BJPയാണ്. 1980 ഏപ്രിൽ 6-നാണ് BJP എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. എന്നാൽ BJPയുടെ ആദ്യ രൂപമായ BJS എന്ന ഭാരതീയ ജനസംഘം 1951 തന്നെ രൂപീകൃതമായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ പുലർത്തിയിരുന്നവരാണ് ജനസംഘത്തിന്റെ തറക്കല്ലിട്ടത്. ഹിന്ദുത്വത്തിന്റെയും രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും സംരക്ഷണം എന്ന മുദ്രാവാക്യമുയർത്തി രൂപീകരിച്ച ജനസംഘത്തിന് RSSന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ തുടക്കകാലത്തൊന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കാൻ BJSന് സാധിച്ചില്ല. 1952 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 ലോക്സഭാ സീറ്റുകളിൽ മാത്രമാണ് ജനസംഘത്തിന് വിജയിക്കാനായത്. 364 സീറ്റ് നേടി കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷം നേടിയ തിരഞ്ഞെടുപ്പായിരുന്നു അത്. 1975 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് എതിരെ മറ്റു പാർട്ടികളെ പോലെ ജനസംഘവും പ്രതിഷേധിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ചെറിയ പ്രാദേശിക കക്ഷികളുമായി ചേർന്ന ജനസംഘം ജനതാ പാർട്ടി രൂപീകരിച്ചു. 1977 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി ചരിത്രം കുറിച്ചു. 295 സീറ്റ് നേടിയ ജനതാ പാർട്ടി മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കി സർക്കാർ രൂപീകരിച്ചു. എന്നാൽ പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് കാരണം ജനതാ പാർട്ടിക്ക് ഭരണം നഷ്ടമായി. 1980 മൊറാർജി ദേശായി രാജിവെക്കേണ്ടതായി വരികയും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ ജനതാ പാർട്ടി പിരിച്ചുവിട്ടു. ഇതിലെ സമാന ചിന്താഗതിക്കാരായ നേതാക്കൾ വൈകാതെ തന്നെ ഏപ്രിൽ 6-ന് BJP രൂപീകരിച്ചു. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. എന്നാൽ രൂപീകരണത്തിന് ശേഷം ആദ്യമായി നേരിട്ട 1984 പൊതു തിരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല. 2 സീറ്റ് മാത്രമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 414 സീറ്റുമായി കോൺഗ്രസ് അന്ന് അധികാരത്തിൽ തിരിച്ചെത്തി. എന്നാലും RSS പിന്തുണയോടെ BJP വൈകാതെ സ്വാധീനമുണ്ടാക്കാൻ തുടങ്ങി. 1980 രാമക്ഷേത്ര പ്രസ്ഥാനം BJPയുടെ വളർച്ചയെ തെല്ലൊന്നുമല്ല സഹായിച്ചത്. എങ്കിലും ഹിന്ദി ഹൃദയഭൂമിക്കപ്പുറത്തേക്ക് BJPയുടെ വളർച്ചയുണ്ടായില്ല. 1989 പൊതു തിരഞ്ഞെടുപ്പിൽ 85 സീറ്റ് നേടി BJP രാജ്യത്തെ 3ാമത്തെ വലിയ കക്ഷിയായി ഉയർന്നു. 1992 ബാബറി മസ്ജിദ് വിഷയവും BJPയുടെ വളർച്ചയിലെ പ്രധാന ഘടകങ്ങളിലൊന്നായിരുന്നു. 1996 തെരഞ്ഞെടുപ്പിൽ 161 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറി. 13 ദിവസത്തേക്ക് വാജ്പേയി പ്രധാനമന്ത്രിയായി. എന്നാൽ ഐക്യമുന്നണി ഭൂരിപക്ഷം തെളിയിച്ചതോടെ ദേവഗൌഡ പ്രധാനമന്ത്രിയായി. 1997 ഗുജ്റാളും പ്രധാനമന്ത്രിയായി. 1998 BJP 182 സീറ്റുകൾ നേടി. TDP പിന്തുണച്ചതോടെ വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രി. എന്നാൽ 1999 AIADMK പിന്തുണ പിൻവലിക്കുകയും വാജ്പേയി സർക്കാർ വീഴുകയും ചെയ്തു. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വീണ്ടും ഭൂരിപക്ഷം ലഭിച്ചു. 182 സീറ്റ് നേടിയ BJP സഖ്യകക്ഷികളുടെ പിന്തുണയോടെ 299 സീറ്റുമായി ഭരിച്ചു. വാജ്പേയി തന്നെയായിരുന്നു പ്രധാനമന്ത്രി. BJP ആദ്യമായി 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ സർക്കാരായിരുന്നു ഇത്. 2004 തിരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ നിന്നും പുറത്തായി. കോൺഗ്രസിൽ നിന്നും വെറും 7 സീറ്റിന്റെ വ്യത്യാസമേ BJPക്ക് അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ 53 സീറ്റ് നേടിയ CPM-ഉം CPI-യും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് 1ാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ തുടക്കം കുറിക്കുന്നത്. ഇതിനിടെ BJPയിൽ പതിയെ നേതൃമാറ്റവും വന്നു. വാജ്പേയിയിൽ നിന്ന് LK അദ്വാനി BJPയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തു. എന്നാൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ തിരിച്ചെത്താൻ BJPക്ക് കഴിഞ്ഞില്ല. ആ തെരഞ്ഞെടുപ്പിൽ 206 സീറ്റ് നേടിയ കോൺഗ്രസ് തുടർച്ചയായ 2ാം വട്ടവും അധികാരത്തിലെത്തി. ഇതിന് പിന്നാലെ 2012 BJP തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. LK അദ്വാനി, സുഷമ സ്വരാജ് എന്നിവരിൽ നിന്ന് പാർട്ടിയുടെ അധികാരം ഗുജറാത്തിലെ നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരിലേക്ക് എത്തി. ഇതാണ് BJPയുടെ ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ചയിലേക്ക് എത്തിച്ചത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി 2014 തിരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ചു.
അമിത്ഷാ ആയിരുന്നു ദേശീയ പ്രസിഡന്റ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP 282 സീറ്റ് നേടി അധികാരത്തിലെത്തി. ഇതിന് പിന്നാലെയാണ് ഹിന്ദി ഹൃദയഭൂമിക്കപ്പുറത്തേക്കും BJPയുടെ വളർച്ച ആരംഭിച്ചത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും BJP ജയിച്ചു. ഭൂരിപക്ഷം ലഭിക്കാത്തടത്ത് പോലും അധികാരത്തിലെത്താൻ BJPക്ക് സാധിച്ചു. ഒറ്റ സീറ്റിൽ പോലും ജയിക്കാതിരുന്ന ത്രിപുരയിൽ 2018 തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തി. കേരളത്തിൽ 2016 ചരിത്രത്തിൽ ആദ്യമായി ഒരു സീറ്റിൽ BJPക്ക് ജയിക്കാനായി. പശ്ചിമ ബംഗാളിലെ മുഖ്യ പ്രതിപക്ഷമാകാനും BJPക്ക് സാധിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ജയം ആവർത്തിച്ചു. ഒറ്റയ്ക്ക് 303 സീറ്റ് നേടിയ BJPക്ക് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് സ്വാധീനം വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. ഒരിക്കലും കേരളത്തിൽ താമര വിരിയില്ലെന്ന് പറഞ്ഞ ഇടതു വലതു ജിഹാദികളെ ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി 3/4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് MP ആയത്. ശേഷം കേരളത്തിന്റെ ശബ്ദമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനിയും താമരകൾ വിരിയുമെന്നതിന് വേറെന്ത് തെളിവാണ് വേണ്ടത്? അതെ, ഭാരതം സ്വയം സേവകന്റെ കയ്യിൽ ഭദ്രം. കുങ്കുമ ഹരിതകാവി പതാകയ്ക്ക് കീഴിൽ സുഭദ്രം. നമസ്തേ.